പക്ഷെ അവരുടെ ഒരു കോമഡി അത് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഞാനൊരു മിമിക്രി ഫീൽഡിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മളിപ്പം സുരേഷ് ഗോപിനെ അനുകരിക്കുമ്പോൾ പുല്ലെന്ന് സുരേഷ് ഗോപി 24 മണിക്കൂർ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല നടക്കുക. അതുപോലെ രേണു സുധീനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ മുടിയൊക്കെ മുമ്പിലോട്ടിട്ട് ഈ ഒരു മാനേഴ്സ് അവർക്കുണ്ട്. പക്ഷെ അതൊരിക്കലും അവർ തല ചൊറിഞ്ഞിടുന്നതല്ല. അപ്പം ഞാൻ തന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അപ്പം ഇത് അനു പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ വിളിച്ചിട്ട് ഞാൻ ഉപദേശിക്കുന്നുണ്ട്, രേണു പേനൊന്നുമില്ല, എനിക്കറിയാലോ, അത് അവള് പറഞ്ഞതും മോശമായിപ്പോയി. ഇനി അവള് കണ്ടോന്ന് എനിക്കല്ല, എന്തായാലും ഞാൻ കണ്ടില്ല, കൂടെ 24 മണിക്കൂർ ഞാനായിരുന്നു കൂടെ, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ തല ചൊറിച്ചിലാണ് നിർത്തിക്കാളി. അപ്പം പറഞ്ഞു, സരിഗമേ എന്നെ പുറത്തുള്ള ട്രോളർമാരൊക്കെ ഇങ്ങനെയാന്നേ പറയുന്നത്, എന്നാ ചെയ്യാനാ? ഞാൻ വെറുതെ നിർത്തി നോക്ക് വെറുതെ. എന്നിട്ട് പുള്ളിക്കാരി അത് നിർത്തി. ഡെയിലി എൻ്റെ അടുത്ത് വന്നിട്ട്, സരിഗമേ ഇന്ന് ഞാൻ ചൊറിഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. ഇതെനിക്ക് വെറുതെ ഒരു ടെൻഡൻസിയാണ്, അല്ലാണ്ട് പേരിന് ചൊറിയുന്നതല്ല. ഇപ്പൊ ചിലർക്ക് ഓരോ വീക്ക് പോയിന്റ് ഉണ്ടല്ലോ, ചിലർ ചിലപ്പോ ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കും, നഖം കടിച്ചോണ്ടിരിക്കും. അതുപോലത്തെ ഒരു ഹോബിയാണ് പുള്ളിക്കാരത്തിന്റെ. ഒരു 3 ദിവസം, ഇന്ന് കണ്ടോ 3ാമത്തെ ദിവസമാണ് ഞാൻ തലചൊറിയത്. ഞാൻ പറഞ്ഞ അടിപൊളി. ഞാൻ പറഞ്ഞ അവരെ അനുകരിക്കാൻ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ? ഇത് സത്യം, ഡ്രസ്സിങ്ങിന് ആക്കുക. അത് അവര് പേൻ ചൊറിയുന്നതൊന്നുമില്ല. പക്ഷെ ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ ഈ പേന്റെ കഥകളും എന്റെ ഇമിറ്റേഷനും ചൊറിച്ചിലും എല്ലാം കൂടി ആകുമ്പോൾ അത് അവർക്കൊരു നെഗറ്റീവായി മാറും. പക്ഷെ അങ്ങനത്തെ ഒന്നുമില്ല. മുപ്പത്തി അത് മാറ്റുകയും ചെയ്തു. എനിക്ക് തോന്നുന്നില്ല ഇനി പുറത്തിറങ്ങിയാൽ പോലും ഈ ട്രോളർമാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം അവരെ നിർത്തിയെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്.